ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ ആദ്യ മത്സരം തോറ്റുകൊണ്ട് തുടങ്ങുന്ന മുംബൈ ഇന്നലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ KKRനെതിരെ ജയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. KKRനെ 6 വിക്കറ്റിന് തകർത്താണ് സീസണിലെ ആദ്യ ജയം മുംബൈ ഇന്നലെ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ 300-ാം മത്സരം കളിക്കുക എന്നൊരു പ്രത്യേകത കൂടി ഇന്നലെ മുംബൈ ഇന്ത്യൻസിനുണ്ടായിരുന്നു. IPL തന്നെ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അവരുടെ 300-ാം മത്സരമായിരുന്നു ഇന്നലെ വാങ്കഡയിൽ അരങ്ങേറിയത്. KKR ഉയർത്തിയ 221 റൺസ് എന്ന വിജയലക്ഷ്യം മുംബൈ ഇന്ത്യൻസ് വെറും 19.1 ഓവറിൽ മറികടക്കുകയായിരുന്നു. മുംബൈക്ക് വേണ്ടി 4 ഓവർ എറിഞ്ഞ് വെറും 39 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞ് 3 വിക്കറ്റ് നേടിയ ഷാർദുൽ താക്കൂറാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി. ഷാർദുൽ താക്കൂർ ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് ട്രേഡിങ്ങിലൂടെ മുംബൈയിലെത്തിയ താരമാണ്. ബോളിങ്ങിൽ താരമായത് ട്രെന്റ് ബോൾട്ടോ ജസ്പ്രീത് ബുംറയോ ഒന്നുമല്ല, ഷാർദുൽ താക്കൂറാണ്. ട്രെന്റ് ബോൾട്ടും ബുംറയൊക്കെ ഓവർ എറിഞ്ഞെങ്കിലും 4 ഓവർ വീതം എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. ഷാർദുൽ താക്കൂറാണ് ഇന്നലെ മുംബൈ ബോളിങ്ങിന് കുറച്ചുകൂടി മികവ് പുലർത്താനായത്. ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നീ 3 ബോളർമാർ KKR ടോപ്പ് ഓർഡറെ തകർക്കാൻ നോക്കിയിട്ടും പറ്റാതെ വന്നപ്പോൾ ഷാർദുൽ താക്കൂറാണ് ആ ഒരു ബ്രേക്ക് മുംബൈക്ക് കൊടുത്തത്. ടോപ്പ് ഓർഡറിലെ 3 ബാറ്റ്സ്മാൻമാരെയും ഔട്ടാക്കിയാണ് ഷാർദുൽ താക്കൂർ മുംബൈ ഇന്ത്യൻസിലുള്ള അരങ്ങേറ്റം ഗംഭീരമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ KKRന്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് അജിൻക്യ രഹാനെയും ന്യൂസിലാൻഡ് ഓപ്പണറായ ഫിൻ അലനും കൂടിയാണ്. ഇരുവരും കൂടി ആദ്യ വിക്കറ്റിൽ തന്നെ 69 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് നേടിയത്. പവർ പ്ലേ തന്നെ മികച്ച തുടക്കമാണ് ഇരുവരും കൂടി നൽകിയത്. എന്നാൽ 6-ാം ഓവർ എറിഞ്ഞ ഷാർദുൽ താക്കൂറാണ് ഫിൻ അലനെ പുറത്താക്കി മുംബൈക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയത്. ഫിൻ അലൻ 17 പന്തിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 37 റൺസാണ് അടിച്ചെടുത്തത്. പവർ പ്ലേ തന്നെ KKR സ്കോർ 78 റൺസിലെത്താനും ഇരുവരുടെയും ബാറ്റിങ്ങിന് സാധിച്ചു. വൺ ഡൗണായി വന്നത് നമ്മുടെ ക്യാമറൂൺ ഗ്രീനാണ്. KKR പൊന്നുവില കൊടുത്ത് വാങ്ങിയ താരം ക്യാമറൂൺ ഗ്രീൻ. എന്നാൽ വിചാരിച്ച പെർഫോമൻസൊന്നും ക്യാമറൂൺ ഗ്രീനിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. വെറും 18 റൺസ് എടുക്കാൻ ക്യാമറൂൺ ഗ്രീന് സാധിച്ചു. അതിൽ ഒരു സിക്സും ഒരു ഫോറും ഉൾപ്പെടെ. ക്യാമറൂൺ ഗ്രീനുമൊത്ത് 2-ാം വിക്കറ്റിൽ 40 റൺസിൻ്റെ പാർട്ണർഷിപ്പ് KKRനെ 100 കടത്താൻ സഹായിക്കായിരുന്നു. വെറും 8 ഓവറിൽ തന്നെ KKR സ്കോർ 100 എറിഞ്ഞു. അങ്ങനെ 9-ാം ഓവർ എറിഞ്ഞ ഷാർദുൽ താക്കൂർ തന്നെ വീണ്ടും മുംബൈക്ക് രക്ഷകനായി മാറുകയായിരുന്നു. അവസാന ബോളിൽ റൂദർഫോർഡിൻ്റെ കൈകളിലെത്തിച്ച് ക്യാമറൂൺ ഗ്രീനെ ഡഗ്ഔട്ടിലെത്തുകയായിരുന്നു ഷാർദുൽ താക്കൂർ. വീണ്ടും ഒരു ഡിസപ്പോയിൻറ്റ് പെർഫോമൻസ് ഫ്രം ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ക്യാമറൂൺ ഗ്രീൻ. അങ്ങനെ പൊന്നും വില കൊടുത്ത് വാങ്ങിയ താരത്തിൻ്റെ ഒരു മോശം പ്രകടനം ആദ്യ മത്സരത്തിൽ തന്നെ കണ്ടു. അങ്ങനെ തകർത്തടിച്ചു വന്ന രഹാനെ 14-ാം ഓവറിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിൽ വെച്ച് ഷാർദുൽ താക്കൂർ തന്നെ വീണ്ടും മുംബൈക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. 5 സിക്സും 3 ഫോറും ഉൾപ്പെടെ 40 പന്തിൽ 67 റൺസാണ് രഹാനെ ഇന്നലെ KKRന് വേണ്ടി നേടിയത്. ഒരു ക്യാപ്റ്റൻസ് നോക്ക് തന്നെയായിരുന്നു അജിൻക്യ രഹാനയുടെ ഇന്നലത്തെ മത്സരം. പിന്നീട് 4-ാം വിക്കറ്റിൽ ആംഗ്ലിക് രഘുവൻസും റിങ്കു സിംഗും നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ്. 60 റൺസ് പാർട്ണർഷിപ്പാണ് ഇരുവരും 4-ാം വിക്കറ്റിൽ കൂടി നേടിയത്. ആ ഒരു പാർട്ണർഷിപ്പ് KKR സ്കോർ 200 കടത്താൻ സഹായിക്കായിരുന്നു. ആംഗ്ലിക് രഘുവൻസ് 29 പന്തിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 51 റൺസാണ് ഇന്നലെ അടിച്ചെടുത്തത്. ആ ഒരു തകർപ്പൻ ക്യാമിയോ KKRൻ്റെ സ്കോർ ബിൽഡ് ചെയ്യാൻ വളരെ സഹായിക്കുകയായിരുന്നു. അങ്ങനെ 220 എന്നൊരു നല്ലൊരു സ്കോറിലെത്താൻ KKRന് സാധിച്ചു. ഈ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് കണ്ടപ്പോൾ KKR കൊള്ളാലോ, മുംബൈക്കെതിരെ വാങ്കഡയിൽ എത്ര അടിപൊളി സ്കോറൊക്കെ അടിച്ച് സെറ്റ് ടീമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ മുമ്പത്തെ KKRനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പ്ലേ ഓഫിലെത്താൻ സാധിക്കാത്ത ഒരു ടീം KKR ആണെന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ആദ്യ ബാറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അടിപൊളി ടീമാണ്. ബോളിങ് പിടിച്ച സെറ്റായി. പക്ഷേ ബോളിങ്ങിൽ കാര്യങ്ങൾ തിരിഞ്ഞു പറയുമായിരുന്നു. ഒരു 220 എന്ന സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ബോളിംഗ് വരെയൊന്നും KKRനില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മുംബൈക്ക് 221 ഒരു ബിഗ് ടാർഗറ്റ് വെച്ച് KKR അവരുടെ ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ KKRൻ്റെ 221 എന്ന സ്കോർ ചേസ് ചെയ്യാനിറങ്ങിയത് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ഓപ്പണറായ റയാൻ ടെർട്ടനും കൂടിയാണ്. ഇരുവരും കൂടി ഗംഭീര തുടക്കമാണ് മുംബൈ ഇന്ത്യൻസിന് നൽകിയത്. ആദ്യ വിക്കറ്റിൽ തന്നെ 148 റൺസ് പാർട്ണർഷിപ്പാണ് ഇരുവരും കൂടി നേടിയത്. വാങ്കഡയിലെ ആരാധകരെ ആവേശം കൊള്ളിച്ച് ഇരുവരും കൂടി ആറാടുകയായിരുന്നു വേണമെങ്കിൽ പറയാം. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറിൽ തന്നെ 80 റൺസാണ് ഇരുവരും കൂടി കൂട്ടിച്ചേർത്തത്. അപ്പോൾ തന്നെ മത്സരം ഏകദേശം KKRൻ്റെ കയ്യിൽ നിന്ന് പോയ സ്ഥിതിയിലായിരുന്നു. 12-ാം ഓവറിലെ ലാസ്റ്റ് ബോളിൽ വൈഭവ് അറോറ രോഹിത് ശർമ്മയെ പുറത്താക്കുമ്പോൾ
മുംബൈ സ്കോർ 150 കടന്നുകയാണ്. 38 പന്തിൽ 6 4ഉം 6 6ഉം ഉൾപ്പെടെ 78 റൺസാണ് രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഇന്നലെ വാങ്കഡയിൽ പെടുന്നത്. അതിൽ തന്നെ 23 ബോളിൽ 50 എന്നൊരു ഫാസ്റ്റസ്റ്റ് 50 ഇൻ IPL എന്നൊരു രോഹിത്തിൻ്റെ തന്നെ ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു ഇന്നലെ വാങ്കഡയിൽ നമ്മൾ കണ്ടത്. അങ്ങനെ രോഹിത് പുറത്തതിന് ശേഷം മണ്ടവണായി നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും വലിയൊരു പെർഫോമൻസൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും 16 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് സൂര്യകുമാർ ഇന്നലെ കളിച്ചത്. പിന്നാലെ തന്നെ റയാൻ റിക്കർട്ടനും റണ്ണൗട്ടായി പുറത്തുപോയായിരുന്നു 16 ഓവറിൽ. 8 6ഉം 4 4ഉം ഉൾപ്പെടെ 43 പന്തിൽ 81 റൺസാണ് റയാൻ റിക്കർട്ടൻ ഇന്നലെ വാങ്കഡയിൽ അടിച്ചെടുത്തത്. ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിൽ പോലും ഇങ്ങനൊരു പെർഫോമൻസ് റയാൻ റിക്കർട്ടൻ കാഴ്ചവെച്ചിട്ടില്ലേ. ആ ഒരു കിഡിലോസ്കി ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ റയാൻ റിക്കർട്ടൻ്റെ ഭാഗത്തുനിന്നും കണ്ടത്. പിന്നലെ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും വരുന്നു. ഇരുവരും കൂടി 4ാം വിക്കറ്റിൽ ചേർന്ന 31 റൺസ് പാർട്ണർഷിപ്പ് മുംബൈയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ജയിക്കാൻ 6 റൺസൊക്കെ തിലക് വർമ്മ പുറത്തായെങ്കിലും നമാന്തിർ വന്ന് അവസാനം കളി മുംബൈക്ക് വേണ്ടി ഫിനിഷ് ചെയ്യുകയായിരുന്നു. അങ്ങനെ RCBയോടൊപ്പം 2 പോയിൻറ്റുമായി മുംബൈ ടേബിൾ ടോപ്പറായിരിക്കുകയാണ്. അപ്പോൾ മുംബൈയുടെ ഇനി അടുത്ത മത്സരം വരുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ് ഏപ്രിൽ 4-ന്. അത് ഹൈവേ മാച്ചാണ്. അപ്പോൾ അതിലും ആ ഒരു വിജയ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരാൻ വെച്ചാൽ നമ്മുടെ സഞ്ജു ചേട്ടൻ ഇന്ന് ഇറങ്ങുകയാണ് ചെന്നൈക്ക് വേണ്ടി. സഞ്ജുവിൻ്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസുമായിട്ടാണ് ഇന്ന് ചെന്നൈ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഒരു മാച്ച് തന്നെ കാണണം. ചെന്നൈയിൽ നിന്ന് പോയ രവീന്ദ്ര ജഡേജയും രാജസ്ഥാനിൽ നിന്ന് പോയ സഞ്ജുവും തമ്മിലുള്ളൊരു പോരാട്ടം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സഞ്ജുവിനൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.